ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളിലൂടെ നമ്മുടെ ബൈബിൾ അറിവിനെ ഓർത്തെടുക്കുന്ന രണ്ടാമത്തെ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോദ്യം 1. ബോവാസിൻ്റെ വയലിൽ കാല പെറുക്കിയ മോവാബ്യ സ്ത്രീ ആര്? എ. റൂത്ത്, ബി. നവോമി, സി. ദലീല, ഡി. യൂദിത്ത്. ഉത്തരം ഡി. യൂദിത്ത്. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ചോദ്യം 2. ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഏക വനിത ആര്? എ. മിൽക്ക, ബി. ജായേൽ, സി. ദബോറ, ഡി. ഹാഗാർ. ഉത്തരം സി. ദബോറ. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 3. ഇസ്രായേൽ ജനം രണ്ടാമത്തെ പെസഹ ആചരിച്ചത് എവിടെ വച്ച്? എ. ഈജിപ്തിൽ, ബി. സീനായ് മരുഭൂമിയിൽ, സി. ഗിൽഗാലിൽ, ഡി. കാനാനിൽ. ഉത്തരം ബി. സീനായ് മരുഭൂമിയിൽ. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 4. ഗോലിയാത്തിനോട് എതിരിടാൻ എത്ര കല്ലുകളാണ് ദാവീദ് കരുതിയത്? എ. 7 കല്ലുകൾ, ബി. 3 കല്ലുകൾ, സി. 5 കല്ലുകൾ, ഡി. 9 കല്ലുകൾ. ഉത്തരം സി. 5 കല്ലുകൾ. 1 സാമുവേൽ 17-ാം അധ്യായം 40-ാം വാക്യം. ചോദ്യം 5. സോളമൻ്റെ അമ്മയുടെ പേരെന്ത്? എ. എഗ്ല, ബി. ബത്ശബ, സി. അബിഗായിൽ, ഡി. മാഖ. ഉത്തരം ബി. ബത്ശബ. 2 സാമുവേൽ 12-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 6. താൻ പറഞ്ഞാലല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ലെന്ന് ആഹാബ് രാജാവിനോട് പറഞ്ഞ പ്രവാചകൻ ആര്? എ. ജെറമിയ, ബി. എലീശ, സി. ഏശയ്യ, ഡി. ഏലിയ. ഉത്തരം ഡി. ഏലിയ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 7. സിറിയ രാജാവിൻ്റെ കുഷ്ഠരോഗിയായ സൈന്യാധിപൻ ആര്? എ. നാമാൻ, ബി. ഗഹസി, സി. ആഹാബ്, ഡി. ബെൻഹദാദ്. ഉത്തരം എ. നാമാൻ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 8. വെള്ളത്തിൽ വീണ കോടാലി ഏലീശ പ്രവാചകൻ എടുത്തത് എങ്ങനെ? എ. ഇരുമ്പുകൊണ്ട്, ബി. കമ്പുകൊണ്ട്, സി. വലയെറിഞ്ഞ്, ഡി. കൈകൊണ്ട്. ഉത്തരം ബി. കമ്പുകൊണ്ട്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 9. സോളമനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്ന രാജ്ഞി ആര്? എ. എസ്തർ, ബി. അത്താലിയ രാജ്ഞി, സി. യൂദാ രാജ്ഞി, ഡി. ഷേബ രാജ്ഞി. ഉത്തരം ഡി. ഷേബ രാജ്ഞി. ദിനവൃത്താന്തം 9-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 10. തോബിയാസിനോടൊപ്പം പോയ ദൂതൻ ആര്? എ. ഗബ്രിയേൽ, ബി. മിഖായേൽ, സി. റഫായേൽ, ഡി. ഓറിയൽ. ഉത്തരം സി. റഫായേൽ. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 11. കാളയെപ്പോലെ 7 സംവത്സരം പുല്ല് തിന്ന രാജാവ് ആര്? എ. ദാവീദ്, ബി. നെബൂഖദ്നേസർ, സി. ജോസിയ, ഡി. ആഹാബ്. ഉത്തരം ബി. നെബൂഖദ്നേസർ. ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം 32-33 വാക്യങ്ങൾ. ചോദ്യം 12. ഹോളോഫർണസ് ആരുടെ സർവ്വസൈന്യാധിപനായിരുന്നു? എ. ഹോസിയായുടെ, ബി. നബുക്കദ്നേസറിൻ്റെ, സി. അർഫക്സാദിൻ്റെ, ഡി. അഹസേരുസിൻ്റെ. ഉത്തരം ബി. നബുക്കദ്നേസറിൻ്റെ. യൂദിത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കണേ. ചോദ്യം 13.
ജോബിന് സംഭവിച്ച അനർത്ഥമറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനെത്തിയത് എത്ര സ്നേഹിതന്മാർ? എ 5 സ്നേഹിതന്മാർ, ബി 2 സ്നേഹിതന്മാർ, സി 3 സ്നേഹിതന്മാർ, ഡി 4 സ്നേഹിതന്മാർ. ഉത്തരം 3 സ്നേഹിതന്മാർ. എലിഫാസ്, ബിൽദാദ്, സോഫർ എന്നിവരാണ് വന്നത്. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 14. കർത്താവിൻ്റെ ആത്മാവിനാൽ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലേക്ക് നയിക്കപ്പെട്ട പ്രവാചകൻ ആര്? എ ജെറമിയ, ബി ഏലിയ, സി യേശയ്യ, ഡി എസക്കിയേൽ. ഉത്തരം ഡി എസക്കിയേൽ. എസക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 15. ദാരിയൂസ് രാജാവ് ആരെയാണ് സിംഹക്കുഴിയിൽ എറിഞ്ഞത്? എ ദാനിയേലിനെ, ബി എസക്കിയേലിനെ, സി ഏലീഷയെ, ഡി യേശയ്യായെ. ഉത്തരം എ ദാനിയേലിനെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ചോദ്യം 16. താർഷീഷിൽ ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഒളിക്കാമെന്ന് കരുതിയത് ആര്? എ ദാനിയേൽ, ബി ജോസഫ്, സി യോന, ഡി അമിത്തായി. ഉത്തരം സി യോന. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 17. ആയുധം കൂടാതെ സിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ ചീന്തിക്കളയുകയും അതിൻ്റെ ശരീരത്തിലുണ്ടായ തേൻകൂട് ഭക്ഷിക്കുകയും ചെയ്തത് ആര്? എ സാവൂൾ, ബി ദാവീദ്, സി ഗോലിയാത്ത്, ഡി സാംസൺ. ഉത്തരം ഡി സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 18. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ആര്? എ ദാവീദ്, ബി സാവൂൾ, സി ജോനാഥൻ, ഡി ആഹാബ്. ഉത്തരം ബി സാവൂൾ. 1 സാമുവേൽ 10-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 19. ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കുയർന്ന പ്രവാചകൻ ആര്? എ എലീഷ, ബി യേശയ്യ, സി ഏലിയ, ഡി ജെറമിയ. ഉത്തരം സി ഏലിയ. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 20. സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കിയതാര്? എ സോളമൻ, ബി ദാവീദ്, സി ഷേബ രാജ്ഞി, ഡി അത്താലിയ രാജ്ഞി. ഉത്തരം എ സോളമൻ. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.